ഓക്കെ, ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്. അങ്ങനെ ഗൈസ് അവിടെ ഫുള്ള് ഞാൻ ഇന്ന് ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആയിരുന്നു. നോക്കിയാൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു അടിപൊളി ബാൽക്കണി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കിടിലും ബാൽക്കണി. ഇവിടെ പിന്നെ എൻ്റെ ചെസ്റ്റി ഫുള്ള് സ്പൈ ഗ്ലാസ് അവിടെ നിന്ന് കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണം. നമുക്ക് നമ്മുടെ സ്പൈ ഗ്ലാസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഓടി ഈ സൈഡിൽ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ കാണിക്കത്തില്ല. ഈ സൈഡിൽ ഓടി വരുമ്പോൾ അടിപൊളി ബെഡ്റൂം ടി വി ലൈറ്റൊക്കെ കത്തി, അതൊന്നും നിങ്ങൾ അറിയണ്ട. അവിടെ കാണിക്കത്തില്ല, അവിടെ ഭയങ്കര സ്പെഷ്യലായിട്ടാണ്. പിന്നെ ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, മറ്റേ പൂള്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു പൂണ്ട്, അടുത്ത് ബാമ്പു ഒക്കെ വളർന്ന് കേട്ടോ നന്നായിട്ട്. പിന്നെയാണ് മക്കളെ ഈ സൈഡിലെ സാധനം. കാണാൻ റെഡിയല്ലേ? ടണ്ടടേ ബസ് അടിപൊളി സ്റ്റെയർ കേസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സ്റ്റെയർ കേസ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ മണ്ടയത്തെ ഫ്ലോർ റൂമിൽ ചെല്ലാനായിട്ട്. പിന്നെ അതിൻ്റെ അടി ഞാൻ കണ്ടു, ഭയങ്കര ക്ലീനാണ്, ഡസ്റ്റൊന്നുമല്ല, ക്ലീനാണ്. പിന്നെ സൈഡ് വഴി ഗ്ലാസ് പെയിനൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഗ്ലാസ് പെയിൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഗ്ലാസ് പെയിൻ വെച്ച് ഇവിടെ ഒരു ഫ്ലോറാണ് ഇന്നത്തെ പരിപാടി. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് നേരെ കിടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഡയമണ്ട് ഒന്നുമല്ല ഞാൻ ഉപയോഗിക്കുന്നത്. അവിടെ മഴ തുടങ്ങി, നമുക്ക് നെതറൈറ്റ് ഉപയോഗിച്ചാലോ? ഈ ബ്ലോക്ക് എന്ത് ബ്ലോക്കാ? ഓക്കെ, ബ്ലോക്ക് കൂട്ടി, ഇത് തന്നെ ഉപയോഗിക്കാം. ഇവിടെ മഴയാണോ ഗൈസ്? എൻ്റെ ഗൈസ് ഇതെന്താ പറ്റി? ബഗ്ഗടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് അവിടുത്തെ ഒരു ബ്ലോക്ക് ഞാൻ കുറേ നേരമായിട്ട് മുറിക്കാൻ നോക്കി. ബ്ലോക്ക് സോ ബഗ്ഗി. അമ്മ, ഇവിടെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റെപ്പ് നമുക്കൊരു ബ്ലോക്ക് കൂടെ ഹൈ അപ്പ് ചെയ്യണം.
ഗൈസ് ഇത് എന്ത് മഴയാണ് ഗൈസ്, നിൽക്കുന്നില്ല. ആൻഡ് നമ്മൾ റോഡ് ടു 30 സബ്ബാണ്. അപ്പം ഞങ്ങളെല്ലാവരും ആ സബ് ചെയ്തേക്ക്. അപ്പം നമ്മൾ ഇന്ന് തന്നെ എങ്ങാണ്ടാണ് നമ്മൾ ഇന്നാണ് ഒരു സബ് കൂടിയത്. എല്ലാവർക്കും താങ്ക്സ് സബ് ചെയ്തതാണ്. പൊളിയല്ലേ? ഈ സ്റ്റെപ്പ് കയറി വരുമോ? ഓക്കെ, എവിടെ ഈ ഒരു ഇതായതുകൊണ്ട് നമുക്ക് കൂടുതലും ആർമേഴ്സിൻ്റെ പരിപാടി നോക്കാം. ബട്ട് ഈ മറ്റേ ആർമർ സ്റ്റാൻഡ് എന്ത് ചെയ്യേ? ഈ ആർമർ സ്റ്റാൻഡിൽ നമുക്ക് ഇതിൻ്റെ അകത്തില്ല, ഡിസ്പെൻസറിൻ്റെ അകത്തെല്ലാം വെച്ചിട്ട് നമ്മുടെ ഇൻവെൻട്രി പോയിട്ട് ഒരു ലവർ എടുത്ത് കഴിഞ്ഞ് ലവർ എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്തു. എല്ലാം ഡിസ്പെൻസാകും. അപ്പം ഡിസ്പെൻസർ അതെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് നമുക്കില്ലേ ഇത് വെക്കാം. എൻജോയ്മെൻറ്റ് ടേബിൾ എന്ത്? എൻജോയ്മെൻറ്റ് ടേബിൾ ആർമറിൽ പോയിട്ട് നെതറൈറ്റ് ആർമർ എന്തായാലും എടുക്കാം. ബൂട്ട്സ് ലെഗിൻസ് ഇല്ല, ഇതൊരെണ്ണം ഇങ്ങോട്ട് വെച്ചേ. ലെഗിൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ പോയിട്ട് ആൻവില്ലെടുക്കാം. ബിൽഡിങ്ങില്ല, അതിലില്ല, ഇത് നമുക്കൊരു ന്യൂ ആൻവിൽ ഇങ്ങോട്ട് എടുത്തിട്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് പ്രൊട്ടക്ഷൻ നോക്കട്ടെ. ഓക്കെ, പ്രൊട്ടക്ഷൻ ബുക്കിൽ പ്രൊട്ടക്ഷൻ 1 2 3 4 5 ഇങ്ങോട്ട് എടുത്തിട്ട് ആൻവില്ലിൽ പോയി നമുക്ക് ബൂട്ടൊരെണ്ണം വെച്ചിട്ട് ഇതൊരെണ്ണം വെച്ച് കിടുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി 1 2 3 കൂടി വേണം. പ്രൊട്ടക്ഷൻ മൂന്നാമത്തെ എന്ത് ചെയ്യും? മൂന്നാമത്തെ ഇതല്ലേ 1 2 ഫയർ ആസ്പെക്റ്റ് വേണ്ട. പ്രൊട്ടക്ഷൻ ഇത് വേണ്ട. പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. ഇതേതാ? പ്രൊട്ടക്ഷൻ ലെഗിൻസ് റെഡി. ഇതേതാ? പ്രൊട്ടക്ഷൻ ജസ്റ്റ് പ്ലേറ്റ്, സോറി, റെഡി. ഇനി ഹെൽമറ്റ്. അവിടെ ഗൈസ് നല്ല കുടുക്കം മഴയാണ്. നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. പ്രൊട്ടക്ഷൻ എടുത്തിട്ട് അതാണ് ആർമർ പോയിട്ട്
ഹെൽമെറ്റിൽ പോയിട്ട് നമുക്ക് ഓക്കെ നമുക്കിതില്ല വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് സ്റ്റോണിൽ പോയിട്ടൊരു റിപ്പീറ്റർ എടുക്കും. റിപ്പീറ്റർ എടുത്തിട്ട് വെച്ച് നമുക്ക് നമ്മുടെ ലിവർ ബോർഡാക്കാം. ലിവർ ഒരെണ്ണം എടുത്തിട്ട് ഗൈസ് വർക്കാവുന്നില്ല. എന്താണ് ഗൈസ് വർക്കാവാത്തത്? ഞാൻ റെഡ് സ്റ്റോണിന് പവർ വേണം, റിപ്പീറ്ററിന് ഇനി പവർ വേണമായിരിക്കും. ട്രിപ്പയർ എടുത്ത് സ്ട്രിങ് എന്ത് ട്രിപ്പയർ വേണം. പ്രഷർ പ്ലേറ്റ് എടുത്തിട്ട് I don't know. ഒറ്റയടിക്ക് കയറുമ്പം ഞാൻ ഡിസ്പെൻസറാണ്. ഞാൻ നോക്കട്ടെ. ഡിസ്പെൻസർ ഡ്രോപ്പ് ഡിസ്പെൻസർ ദാണ്ടിരിക്കുന്നു. ഡിസ്പെൻസർ ഇതിലോട്ട് ഇപ്പം എൻ്റെ സാധനങ്ങൾ ഫുള്ള് വെച്ചാൽ ഇപ്പം നിറച്ചിട്ടുണ്ട്. അയ്യോ ഗൈസ്, റെഡ് സ്റ്റോൺ പരിപാടി ഞങ്ങൾക്ക് കാണുന്ന പോലെ അല്ല കേട്ടോ ഗൈസ്, ടഫ് തന്നെയാണ്. ഓക്കെ, ഈ പരിപാടി നടക്കുന്ന കേസായിട്ടില്ല. ഓക്കെ, ആ പരിപാടി നടക്കുന്ന കേസായിട്ടല്ലെന്ന് മനസ്സിലായി. നമ്മളെ മര്യാദയ്ക്ക് ചെയ്യാൻ പോവാണ്. ചെസ്റ്റിൽ പോയി എൻട്ര ചെസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് ഇതവിടെ വെച്ച് ഒത്ത എല്ലാവരും എൻട്ര ചെസ്റ്റ് കൊണ്ട് സ്പൈ ഗ്ലാസ് എൻ്റെ ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് തന്നെ കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞേക്കും. ഈ ചെസ്റ്റിലോട്ട് ഇതെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് അവിടെ ആ ചെസ്റ്റ് തന്നെ എടുത്ത് അവിടെ വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയില്ലല്ലോ. കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ആയില്ല. എനിക്ക് ദേഷ്യം വരുന്നു ഗൈസ്. എനിക്ക് സംഭവം റീട്ടില് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ഇതൊന്നല്ല നല്ല.
ഒരു മിനിറ്റ് ഗൈസ്, എനിക്ക് വയ്യ. ഒരു ഫണ്ണി പരിപാടി ചെയ്യാൻ പോയി. വീരത്തെ പീസ് പൺ നമ്മുടെ സോംബീസൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയേ കൊണ്ട കൈസ് എൻ്റെ വീടിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾ തിങ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. Thanks for watching. Peace out.